മറ്റുള്ളവർക്ക് സാക്ഷ്യം നൽകിക്കൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞ് ഒരു മിഷണറിയായി ജീവിക്കുവാൻ തമ്പുരാൻ വിളിച്ചത്. ഇപ്രകാരമുള്ളതായ ദൈവത്തിനെ അനുഗ്രഹം പ്രാപിച്ച് കുടുംബത്തിലെ പ്രസാദിച്ച ദൈവം ഈ പിതാവിന് തൻ്റെ സ്വർഗ രാജ്യത്തിൽ ഏറ്റവും മഹത്വപൂർണമായ ഒരു സ്ഥാനം ഒരുക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, നാമും കടന്നു പോകേണ്ട വഴിയാണ് ഈ മരണം എന്നുള്ളത് നമുക്കറിയാം. യാഥാർത്ഥ്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. ഈ യാഥാർത്ഥ്യം ഇന്നോ നാളെയോ എപ്പോഴോ എന്നൊന്നും അറിയുന്നില്ല. എങ്കിലും കടന്നേ പോകൂ, അല്ലെങ്കിൽ അതിലൂടെ കടക്കാതെ നിവൃത്തിയില്ല. ഇപ്രകാരം സുനിശ്ചിതമായ വ്യക്തമായ അറിവ് നമുക്കുണ്ടായിരിക്കെ ഇപ്രകാരം ലോകത്തിന് വിശ്വാസത്തിൻ്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് സത്യത്തിലും നീതിയിലും സ്നേഹത്തിലും അടിയുറച്ച് ജീവിത വിശുദ്ധിയിൽ വളർന്ന് നമുക്ക് ലോകത്തിന് മാതൃക നൽകാൻ സാധിക്കുക, നമ്മുടെ വിശ്വാസത്തിന് സാക്ഷ്യമായി തീരുവാൻ സാധിക്കുക. സഹോദരങ്ങളെ, ഇതാണ് നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതും അവിടുന്ന് ആഗ്രഹിക്കുന്നതും നാം എല്ലാം പ്രയത്നിക്കുന്നതും അതിനു വേണ്ടിയാണ്. നാം ഒന്ന് പുറകോട്ട് തിരിഞ്ഞ് ചിന്തിച്ച് നോക്കണം, നമ്മുടെ ജീവിതം ഇത്രമാത്രം ധന്യമാണോ, പ്രകാരം വിശുദ്ധമാണോ? ഈ കടന്നു പോകുമ്പോൾ ഈ കടവിലൂടെ ഈ വാതിലിലൂടെ ഞാൻ കടന്നു പോകേണ്ടവനല്ലേ? കടന്നു പോകുമ്പോൾ ഞെരുങ്ങേണ്ടി വരുന്നുണ്ടോ? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് സന്തോഷത്തോടെ കടക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് അനുസ്മരിപ്പിക്കുന്ന നിമിഷം കൂടിയാണല്ലോ ഇത്. നമ്മുടെ ജീവിതത്തെയും നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്ത് കർത്താവിൽ കൂടുതൽ ശക്തി പ്രാപിച്ച് നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞ് ഹൃദയവിശുദ്ധിയോടെ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. മാനുഷികമായ ബലഹീനതകൾ എല്ലാവർക്കും ഉള്ളത്. ഈ പിതാവിനും അങ്ങനെ കുറവുകളുണ്ട് എങ്കിൽ കർത്താവെ എല്ലാ കുറവുകളും പോരായ്മകളും പരിഹരിച്ച് ഈ പിതാവിനെ അങ്ങയുടെ ഭവനത്തിലേക്ക് ഏറ്റവും വേഗം അങ്ങ് പ്രവേശിപ്പിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വേദന അനുഭവിക്കുന്ന നമുക്കറിയാം, ഇപ്രകാരമുള്ള പിതാവിൻ്റെ വേർപാട് കുടുംബത്തിൽ ഒരു വലിയ വിടമാണ് നികത്തുന്നത്. ഒരു വലിയ ശക്തിയാണ് ഈ കുടുംബത്തിൽ നിന്നും ഇപ്പോൾ ഇവിടെ നിന്ന് വീടുടെ ഇടയിൽ നിന്നും ഇവിടുത്തെ സ്വർഗത്തിലേക്ക് എടുത്തിട്ടിരിക്കുന്നത്. ഈ ശക്തി ഈ ഭവനത്തിൽ നിലനിർത്തണമെങ്കിൽ ആത്മീയമായ ശക്തിയിലൂടെ ഈ മക്കൾക്ക് മുന്നോട്ട് പോകുവാൻ നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഈ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഈ വന്യപിതാവിനെ നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് ഓർക്കാം. നമ്മുടെ പരിത്യാഗ കൃത്യങ്ങളിലെല്ലാം എല്ലാ കുറവുകൾക്കും പൊറുതി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധമായ തിരുക്കർമ്മങ്ങൾക്ക് പങ്കുകൊള്ളാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടുകൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുതോന്നമേന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ലോകം വിട്ടുപുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന് തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, ദിവസം നിന്റെ മഹത്വത്തിന്റെ കൃപയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും എത്തിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുത്തരനാകുന്നു.
ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. നേരുന്നു തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണത്തിൻ കാലടി കേൾപ്പു ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സദാലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. ചെയ്യേണ്ട ജോലികൾ ചെയ്തു തീർത്തു, ഞാനെൻ പ്രയാണം പൂർത്തിയാക്കി. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന, സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന, സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ.
നിർമ്മലരാ മക്കളായി ഭൂമിയിൽ ജീവിക്കുവിൻ. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. പോകുന്നു ഞാനെൻ വത്സലരെ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, ആകെ അരനാഴിക. പ്രായത്തിലായിരുന്നാലും ലോകത്തിലായിരുന്നാലും മരണവിഷയമായും എല്ലാവർക്കും സുഖകരമാണ് ജീവിതത്തിലെ വ്യത്യസ്തമായിട്ട് കടന്നു വരുന്നത്. ഇതിന് 98 വയസ്സുണ്ടായിരുന്നു. വളരെ ശാന്തമായ ഗ്രാമത്തിൽ ശാന്തമായ ജീവിതം നയിച്ചിരുന്ന വ്യക്തി, നല്ല കുടുംബത്തിന് കുടുംബത്തിൻ്റെ 6 മക്കളുണ്ടായിരുന്നു. 4 ആൺമക്കളും 2 പെൺമക്കളും. 4 ആൺമക്കളിൽ 2 പേര് ക്രിസ്ത്യനും 2 പെൺമക്കളുടെ സിസ്റ്റർ മറ്റുള്ളവർ അങ്ങനെ നല്ല ഒരു ക്രൈസ്തവ കുടുംബത്തിന് യഥാർത്ഥപ്രകാരം ദൈവവിശ്വാസമുണ്ടാകേണ്ടത്. കുടുംബത്തിൽ 6 മക്കൾ 3 പേര് ദൈവ സേവനത്തിനായിട്ടുവാൻ സാധിച്ചു. 3 പേര് കുടുംബത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ 6 മക്കളെ വളർത്തി വലുതാക്കി ജീവിതത്തിലെത്തിച്ച് അങ്ങനെയുള്ള അഭിലാഷത്തിൻ്റെ വ്യവസായങ്ങളിലൂടെ വളരെ സമ്മർദ്ദമാക്കിയതുമായി ഉദ്ദേശിക്കുന്നത് പുത്രനെ വിശ്വസിക്കുകയാണ്, പുത്രനെ കാണുകയാണ്, പിതാവ് വിശ്വസിക്കുകയാണ്, നിത്യജീവനുള്ളത് ആവശ്യശിക്കാരെ സുഖരാശികൾ ദർശിക്കുന്നവരാണല്ലോ നമ്മുടെ വിശ്വാസികൾ. വചനം കേൾക്കുന്നവരാണ് നമ്മൾ, അവിടുത്തെ സുഖമായി ശ്രദ്ധിക്കുന്നവരാണ് നമ്മൾ. അതിനെ പുത്രൻ വിശ്വസിക്കുന്നവർ, നമ്മുടെ വചനം കേൾക്കുന്നവർ, ആത്മീയമായി പിതാവായ ദൈവം അയച്ച പുത്രനെ വിശ്വസിക്കുന്നവർ, പിതാവായ ദൈവം കേൾക്കുന്നവർ, നിത്യജീവനുണ്ട്. അവരെ മരണത്തിൻ്റെ ജീവിതത്തിൽ കടന്നിരിക്കുന്നതിന് പറയുക ജീവിതത്തോളം കാണുന്നതല്ല. ഈ ജീവിതമാകുന്ന യാത്രയിൽ ഒരു കർഷകൻ്റെ പിന്നിൽ കർഷക രീതിയിലാണ് നമ്മുടെ എല്ലാവർക്കും ചെയ്യുന്ന പ്രകാരം തന്നെയാണ് ജീവിതത്തിൻ്റെ അന്ത്യം ശരിയായ മറ്റൊരു പ്രവേശനമാണ്. സൗഭാഗ്യകമായ ഒരു പ്രവേശനം. ദൈവത്താൽ വിശ്വസിക്കുന്നവർ അവരോട് പറയുന്നത് അങ്ങനെ നിത്യജീവനുള്ള പ്രത്യാശ നമ്മളെല്ലാവരും ജീവിക്കുന്നത് നയിക്കുന്നത് പ്രകാരം
ജീവിതവും നിത്യജീവനപ്രത്യാശയുടെ ജീവിതമായിരുന്നു, ജീവിതമായിരുന്നു, നല്ല പരിസ്ഥിതി ജീവിതമായിരുന്നു. എല്ലാവർക്കും ജീവിതത്തിൽ പോരായ്മകൾ, കുറവുകൾ, അഭിപ്രായങ്ങൾ, നല്ല ദൈവങ്ങളെല്ലാം അവരെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയും ജീവനിൽ വന്നോ കുടുംബത്തിൽ വന്ന് വിശ്വസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇടയായി അവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഒത്തിരി പേരുടെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഞങ്ങളുടെ സഭയിലുള്ള ഒത്തിരി പേര് വന്നിട്ടുണ്ട്. SVD സഭയിൽ നിന്നും, കൺവെൻഷൻ സഭയിൽ നിന്നും, വിൻസിഷൻ സഭയിൽ നിന്നും, അതുപോലെ തന്നെ ഇൻവെൻഷൻസ്, മറ്റ് സഭാംഗങ്ങൾ, അതുപോലെ തന്നെ ഇൻഡോർ ഉപതയിൽ നിന്ന് ജാഗുവാർ ഉപയോഗിക്കുന്ന അച്ഛന്മാരെ എല്ലാവരെയും പ്രത്യേകിച്ച് നന്ദിയോടെ സ്മരിക്കുന്നു.
ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സഭാ പ്രൊവിൻഷ്യൽസിനും അധികാരികൾക്കും സിസ്റ്റേഴ്സിനും അതുപോലെ തന്നെ വൈദികർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. പിന്നെ മറ്റൊരു കാര്യം,